നമസ്കാരം. മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. ശബ്ദ സംഗീതത്തിലെ ലോക അത്ഭുതമാണ് ഗാനഗന്ധർവൻ KJ യേശുദാസ്. പതിറ്റാണ്ടുകളായി മലയാളി കാതോരം ചേർത്ത് ഹൃദയത്തിലേറ്റുന്ന നിത്യഹരിത രാഗത്തിന്റെ പേര് കൂടിയാണ് യേശുദാസ്. ചെറിയ പ്രായം മുതൽ സംഗീത ലോകത്തിന് നിരവധി സംഭാവനകൾ സമ്മാനിച്ച യേശുദാസ് പ്രായം കൂടുംതോറും ചെറുപ്പമാകുന്ന ശബ്ദം. ഏതു പ്രായത്തിലുള്ളവരെയും പിടിച്ചിരുത്തുന്ന ഗാനഗന്ധർവന്റെ ശബ്ദത്തെ സ്നേഹിക്കാത്ത മലയാളികളില്ല. പതിറ്റാണ്ടുകൾക്കിപ്പുറം മാറ്റിവെക്കാനാകാത്ത ശീലമായി മലയാളിക്ക് യേശുദാസ് മാറിക്കഴിഞ്ഞു. പകരം വെക്കാനില്ലാത്ത വികാരം, അതാണ് ആ ശബ്ദത്തിന്റെ മാറ്റുകൂട്ടുന്നത്. ഇപ്പോഴിതാ യേശുദാസിനെ കുറിച്ചുള്ള ഒരു സംഭവം ഓർത്തെടുത്ത് ഗാനരചയിതാവ് MD രാജേന്ദ്രൻ പറഞ്ഞ കാര്യങ്ങളാണ് വൈറലാകുന്നത്. കൂടും തേടി എന്ന സിനിമയിലെ വാചാലം എൻ മൗനവും എന്ന ഗാനം പാടിയപ്പോഴുള്ള അനുഭവമാണ് ഇദ്ദേഹം ഓർത്തെടുത്തത്. യേശുദാസിന്റെ തന്നെ തരംഗിണി സ്റ്റുഡിയോയിൽ വെച്ചാണ് ഈ പാട്ട് യേശുദാസ് പാടിയത്. മകൻ വിജയ് യേശുദാസിനോട് അന്ന് യേശുദാസ് ദേഷ്യപ്പെട്ടുവെന്ന് MD രാജേന്ദ്രൻ പറയുന്നുണ്ട്. പുള്ളി പാടാൻ വന്നപ്പോൾ ഒരു സംഭവം ഉണ്ടായി. ട്യൂൺ കേട്ട് കഴിഞ്ഞ് കളിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളിൽ ഒരുത്തനെ പുള്ളി വിളിച്ചു. ദാസേട്ടൻ പഠിച്ച ആ പാട്ട് കുട്ടിയെ പാടി കേൾപ്പിച്ചു. മോനെ, നീ ഒന്ന് പാടെന്ന് പറഞ്ഞു. വാചാലം എൻ മൗനവും നിൻ മൗനവും മോൻ പാടെന്ന് ദാസേട്ടൻ. മോൻ മടിച്ചു. വിജയ് എന്ന മകനാണത്. അവൻ പാടാതെ മടിച്ചു നിന്നു. സ്റ്റുഡിയോയ്ക്ക് അകത്താണിത്. പാടെന്ന് വീണ്ടും ദാസേട്ടൻ. അദ്ദേഹത്തിൻ്റെത് മൂഡ് പോകുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. കുറച്ച് ദേഷ്യം വരുന്നുണ്ടോ എന്ന് സംശയമുണ്ടെന്ന് ഞാൻ ജെറി അമൽദേവിനോട് പറഞ്ഞു. ദേഷ്യം വന്ന് പാടുന്ന ദാസേട്ടൻ ഫീൽ ചെയ്ത് പറഞ്ഞു. ആജ്ഞയാണ്. അവസാനം വിജയ് പേടിച്ചു പാടി. മതിയെന്ന് പറഞ്ഞ് അവനെ പുറത്തേക്ക് വിട്ടു. ദാസേട്ടൻ ആകെ അസ്വസ്ഥനായി. ആകെ പ്രശ്നം. പുള്ളിയും പുറത്തേക്ക് പോയി. പക്ഷെ പെട്ടെന്ന് പുള്ളി തിരിച്ചു വന്നു. പതിവില്ലാതെ സോറി പറഞ്ഞു. ജെറി, ഐ ആം സോറി. അവൻ പാടാതിരുന്നപ്പോൾ ഞാൻ പെട്ടെന്ന് എന്റെ ഭൂതകാലം ഓർത്തു. വളരെ ചെറുപ്പത്തിലാണ് എന്നെ എന്റെ അച്ഛൻ പാട്ട് പഠിപ്പിച്ചത്. അന്ന് നിഷ്ഠയോടുകൂടി എന്റെ അപ്പൻ പറയുന്ന പാട്ട് ഞാൻ അതുപോലെ പാടിയത് കൊണ്ടാണ് ഇവർക്കൊക്കെ വലിയ ബംഗ്ലാവും സുഖ സൗകര്യങ്ങളും ഉണ്ടായത്. എനിക്കതൊന്നും ഉണ്ടായിരുന്നില്ല. അത്ര നിഷ്കർഷിച്ചാണ് ഞാൻ പഠിച്ചത്. എന്റെ മോൻ വിജയ് അത് ചെയ്തില്ലല്ലോ എന്നതിൽ എനിക്ക് വലിയ വിഷമം തോന്നിയെന്ന് ദാസേട്ടൻ പറഞ്ഞു. കുറച്ചുനേരം പുള്ളി ഒരു സാധാരണ പിതാവായി മാറി. ഒരു അച്ഛന്റെ ദുഃഖം ഞങ്ങൾ കണ്ടു. പക്ഷെ കാലം തെളിയിച്ചു, അദ്ദേഹം ദുഃഖിക്കേണ്ടി വന്നില്ല. വാചാലും നിൻ മൗനവും എന്ന ഇതേ പാട്ട് യേശുദാസിനോളം വളർന്ന മകൻ ഗൾഫിൽ ഒരു പരിപാടിയിൽ പാടുന്നു. മോഹൻലാലാണ് ഈ പാട്ടിൽ അഭിനയിച്ചത്. ആ മോഹൻലാലിന്റെ ഷോയിലാണ് വിജയ് യേശുദാസ് ഈ പാട്ട് പാടിയത്. വിധിയുടെ കളിയോ ആലോചിച്ചു നോക്കൂ. മകൻ പാട്ടുകാരനാകണമെന്നും സംഗീതത്തെ സ്നേഹിക്കണമെന്നും ദാസേട്ടന്റെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു. അച്ഛന്റെ പാട്ട് മകൻ പാടുന്നു. ഇതിൽ പരം ഒരു ധന്യത എന്തുണ്ടെന്നും MD രാജേന്ദ്രൻ പറഞ്ഞു. സത്യന്റെയും നസീറിന്റെയും കാലത്ത് തുടങ്ങിയ ഗാനസബരിയ ഈ നസ്ലിം യുഗത്തിലും തെല്ലും മാറാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ യേശുദാസിനല്ലാതെ ആർക്ക് കഴിയും? SP ബാലസുബ്രഹ്മണ്യം അടക്കം സമകാലികരായ പലരും ഈ ഭൂമിയിൽ നിന്ന് തന്നെ മാഞ്ഞുപോയി. പക്ഷേ യേശുദാസിന്റെ ശബ്ദത്തിന് ഇന്നും മധുര 17ആണ്. സ്വരമാധുര്യം മാത്രമല്ല, ആ ഭാവസാന്ദ്രതയും ഊർജവുമെല്ലാം അദ്വിതീയം. പല തലമുറകളെ പാടി ഉറക്കിയ, പിന്നെ പാടി ഉണർത്തിയ ഒരേ ഒരു നാദലാവണ്യം. ഹരിവരാസനം, നിത്യമോഹനം, ഹരിതദീശ്വരം, ആരാധ്യ പാതുകം എന്ന ഗാനം സ്വാമി അയ്യപ്പനെ പാടി ഉറക്കാനുള്ളതാണ് എന്നാണ് വിശ്വാസം. പല ജനസിലുള്ള ഗായകർ പല വിധത്തിൽ പല കാലങ്ങളിൽ ഇത് പാടിയിട്ടുണ്ടെങ്കിലും യേശുദാസിനോളം ഭക്തി നിർഭരമായും ഭാവസാന്ദ്രമായും മറ്റാർക്ക് പാടാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് സത്യം. യേശുദാസ് അത് പാടുമ്പോൾ ഭഗവാൻ ശാന്തമായി ഉറങ്ങുന്നത് നമുക്ക് മനക്കണ്ണിൽ കാണാൻ കഴിയുമെന്ന് പറഞ്ഞത് സാക്ഷാൽ SPB തന്നെയാണ്. യേശുദാസിന്റെ ശബ്ദം മലയാളികൾ കേൾക്കാൻ തുടങ്ങിയതിനു ശേഷം മീനച്ചിലാറ്റിലൂടെ എത്ര വെള്ളം ഒഴുകി, ഭാരതപ്പുഴ എത്ര കുറി നിറഞ്ഞു കവിഞ്ഞു. ആ പുഴ പോലും വറ്റി മണൽത്തിട്ടകൾ ഉയർന്നു. പക്ഷേ യേശുദാസിന്റെ സ്വരരാഗ ഗംഗാ പ്രവാഹത്തെ മറികടക്കാൻ അതിനു മുൻപും പിൻപും വന്ന ഒരു ഗായകർക്കും കഴിഞ്ഞില്ല. ഭാവഗായകൻ എന്ന കീർത്തി സമ്പാദിച്ച P ജയചന്ദ്രൻ ഒരിക്കൽ ചോദിച്ചു, ദാസേട്ടന്റെ പാട്ടിൽ ഭാവാത്മകതയ്ക്ക് എന്താണ് ഒരു കുറവ്? ഭാവഗാംഭീര്യമാണതിൽ പ്രതിഫലിക്കുന്നത്. ഞാനൊരു ചെറിയ കുന്നാണെങ്കിൽ അദ്ദേഹം സഹ്യപർവമാണ്. ഒരുപാട് തലമുറകളുടെ സ്നേഹാദരങ്ങൾ ഒരുപോലെ ഏറ്റുവാങ്ങി ഒരു അനുശ്രൂത പ്രവാഹമായി യേശുദാസ് ഒഴുകുകയാണ് മലയാളികളുടെ കൺമുന്നിലൂടെ. 86-കാരനായ ഗായകൻ വർഷങ്ങളായി അമേരിക്കയിലാണ് താമസിക്കുന്നത്. അമേരിക്കയിൽ നിന്നുള്ള ഇദ്ദേഹത്തിന്റെ ഫോട്ടോകൾ ഇടയ്ക്ക് പുറത്തു വരാറുണ്ട്. സഹപ്രവർത്തകരിൽ പലരും ഇദ്ദേഹത്തെ പോയി കാണാറുമുണ്ട്. യേശുദാസിനെ കുറിച്ച് തന്റെ യൂട്യൂബ് ചാനലിൽ സംവിധായകൻ ശാന്തിവിള ദിനേശ് പറഞ്ഞ വാക്കുകളും സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടുകയാണ്. ഏതാണ്ട് 10 വർഷമായി അദ്ദേഹം അമേരിക്കയിൽ മൂന്നാമത്തെ മകൻ വിശാലിന്റെ വീട്ടിലാണ്. 10-11 പാട്ടുകൾ ഒരു ദിവസം റെക്കോർഡ് ചെയ്യുന്ന കാലത്ത് പോലും അദ്ദേഹത്തിന് ചില ചിട്ടകൾ ഉണ്ടായിരുന്നു. ജനിച്ചു വീണ വീടിന്റെ മുറ്റത്തെ മാവിന് ദാഹനീർ കൊടുക്കുമായിരുന്നു. വീട് വിറ്റതാണ്. മണ്ഡലകാലത്ത് ശബരിമലയിൽ പോയി അദ്ദേഹം പാടുമായിരുന്നു.
ഹരിവരാസനം മൈക്കൊന്നുമില്ലാതെ അദ്ദേഹം പാടുന്നത് കേൾക്കണം. ജന്മനാളിന്റെ തലേന്ന് മൂകാംബികയിലെത്തി ജന്മദിനത്തിന്റെ അന്ന് മൂകാംബിക അമ്മയുടെ മുന്നിൽ പാടുമായിരുന്നു. ഒക്ടോബർ 1-ാം തീയതി ലോകത്ത് എവിടെയായിരുന്നാലും അദ്ദേഹം തലസ്ഥാനത്തെത്തുകയും സൂര്യ ഫെസ്റ്റിവലിന്റെ ഉദ്ഘാടന വേദിയിൽ ശാസ്ത്രീയ സംഗീത കച്ചേരി അവതരിപ്പിക്കും ആയിരുന്നു. ഇതൊന്നും മുടക്കാത്ത ഗന്ധർവനായിരുന്നു അദ്ദേഹം. എല്ലാം കൊറോണയോടെ തകിടം മറിഞ്ഞു. അദ്ദേഹം അമേരിക്കയിൽ തളയ്ക്കപ്പെട്ടു. ഇക്കഴിഞ്ഞ ഒക്ടോബറിൽ യേശുദാസ് തലസ്ഥാനത്തെത്തും, സൂര്യ ഫെസ്റ്റിവലിൽ പാടും എന്നൊക്കെ വാർത്ത വന്നിരുന്നു. പക്ഷെ അദ്ദേഹം വന്നില്ല. AR റഹ്മാനും NG ശ്രീകുമാറും ഒക്കെ അമേരിക്കയിലെ വീട്ടിൽ പോയി അദ്ദേഹത്തെ കണ്ടു. മനസ്സമാധാനത്തോടെ ഇനിയുള്ള കാലം കഴിയണമെന്ന് കരുതിയാണോ അമേരിക്കയിൽ തങ്ങുന്നത് എന്ന് എനിക്ക് അറിയില്ല. ഇനിയുള്ള കാലം കേരളത്തിൽ അദ്ദേഹം സ്വസ്ഥമായി ജീവിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇതൊക്കെ ഇപ്പോൾ ഓർമ്മിപ്പിക്കാൻ കാരണം യേശുദാസിന്റെ 86-ാം പിറന്നാൾ മകൻ വിജയ് യേശുദാസ് മൂകാംബികയിൽ പാടിയതാണ്. ഒരു മകൻ എന്ന നിലയ്ക്ക് അത്രയെങ്കിലും വിജയ് യേശുദാസ് ചെയ്തല്ലോ എന്ന് എനിക്ക് തോന്നിയെന്നും ശാന്തിവിള ദിനേശ് അന്ന് പറഞ്ഞിരുന്നു. സംഗീത ലോകം ബഹുമാന്യ സ്ഥാനം നൽകുന്ന ഗാനഗന്ധർവൻ KJ യേശുദാസ് ഇപ്പോൾ കരിയറിൽ സജീവമല്ല. ഒരു കാലത്ത് KJ യേശുദാസ് അടക്കി ഭരിച്ചതാണ് മലയാള സിനിമ പിന്നണി ഗാനരംഗം. അക്കാലത്ത് വന്ന വലിയ വിമർശനം യേശുദാസ് കാരണം പുതിയ ഗായകർക്ക് അവസരം ലഭിക്കുന്നില്ല എന്നതായിരുന്നു. യേശുദാസ് ആയിരുന്നു അന്ന് മിക്ക സംഗീത സംവിധായകരുടെയും ആദ്യ ചോയ്സ്. യേശുദാസിന് തിരക്കാണെങ്കിൽ മാത്രം മറ്റ് ഗായകരിലേക്ക് പോകുന്ന സാഹചര്യം. ഒരു കാലഘട്ടത്തിലെ ഗാനങ്ങളുടെ എല്ലാം ശബ്ദം യേശുദാസിന്റേതാകുന്ന സാഹചര്യമുണ്ടായി. മറ്റുള്ളവരുടെ അവസരങ്ങൾ യേശുദാസ് ഇല്ലാതാക്കുന്നു എന്ന വിമർശനം പലപ്പോഴും വന്നിട്ടുണ്ട്. എന്നാൽ ഈ വാദത്തിന് വിപരീതമാണ് 1981-ൽ പുറത്തിറങ്ങിയ വേനൽ എന്ന സിനിമയിൽ സംഭവിച്ചത്. ലെനിൻ രാജേന്ദ്രനാണ് ഈ ചിത്രം സംവിധാനം ചെയ്തത്. നടൻ നെടുമുടി വേണു ഈ സിനിമയിൽ അയ്യപ്പ പണിക്കരുടെ ഒരു കവിത ആലപിച്ചിട്ടുണ്ട്. ഈ കവിത യേശുദാസ് ആലപിക്കണമെന്നായിരുന്നു നിർമ്മാതാക്കളുടെ ആവശ്യം. ഇതേക്കുറിച്ച് ഒരിക്കൽ ലെനിൻ രാജേന്ദ്രൻ തന്നെ സംസാരിച്ചിട്ടുമുണ്ട്. ഇതിന് ട്യൂൺ ചെയ്യരുത്, പശ്ചാത്തല സംഗീതം ഇടയിൽ കയറി അലോസരം സൃഷ്ടിക്കരുത് എന്ന് എനിക്ക് നിർബന്ധമുണ്ടായിരുന്നു. അന്ന് വേണു തെറ്റില്ലാത്ത വിധം കവിത ചൊല്ലുന്ന ആളുമാണ്. അങ്ങനെ വേണുവിനെ കൊണ്ട് പാടിച്ചു. നിർമ്മാതാക്കൾക്ക് യേശുദാസിനെ കൊണ്ട് പാടിക്കണമെന്നുണ്ടായിരുന്നു. ഈ കവിത യേശുദാസിന്റെ ശബ്ദത്തിലായാൽ എന്ത് മനോഹരമായിരിക്കും എന്നായിരുന്നു അവർക്ക്. ജന്മത്തിൽ എന്ത് പണിയെടുത്താലും ചെയ്തു വെച്ചതിന് മുകളിൽ മറ്റൊരാൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് എനിക്ക് നല്ല തിട്ടമുണ്ടായിരുന്നു. ചിത്രം വിതരണക്കാർ കണ്ട 8 പേരും പറഞ്ഞത് ഇത് ദാസേട്ടനെ കൊണ്ട് പാടിപ്പിക്കണമെന്നാണ്. ആയിക്കോട്ടെ എന്നാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ ചെന്നൈയിലെ ഒരു സ്റ്റുഡിയോയിൽ ഇത് പ്രൊജക്ട് ചെയ്തു. ദാസേട്ടൻ വന്ന് കണ്ടു. ഇത് മാറ്റേണ്ട ഒരു കാര്യവുമില്ല, ഞാൻ പാടിയാൽ ഇത്ര നന്നാകുകയുമില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. സിനിമയുടെ സവിശേഷത വേണു പാടി എന്നതാണ്. ലിപ്പ് പിടിച്ചു പാടുക എന്നത് യേശുദാസിന്റെ തിരക്കിനിടയിൽ നടക്കുന്ന കാര്യമല്ലെന്നും ലെനിൻ രാജേന്ദ്രൻ പറഞ്ഞു. ഒരിക്കൽ കേരള കൗമുദിക്ക് നൽകിയ അഭിമുഖത്തിലായിരുന്നു ഇതേക്കുറിച്ച് അദ്ദേഹം സംസാരിച്ചത്. 2019-ലാണ് ലെനിൻ രാജേന്ദ്രൻ അന്തരിച്ചത്. 1961 നവംബർ 14-നാണ് കാൽപ്പാടുകൾ എന്ന സിനിമയ്ക്കായാണ് 21-കാരനായിരുന്ന യേശുദാസിന്റെ സ്വരം ചെന്നൈയിലെ ഭരണി സ്റ്റുഡിയോയിൽ ആദ്യമായി റെക്കോർഡ് ചെയ്യപ്പെട്ടത്. പനി മൂലം പാടാൻ നിശ്ചയിച്ചിരുന്ന തട്ടുപൊളിപ്പൻ ഗാനത്തിന് പകരം ശ്രീനാരായണ ഗുരുവിന്റെ ജാതിഭേദം മതദ്വേഷം എന്ന തുടങ്ങുന്ന 4 വരി ശ്ലോകം ചൊല്ലി സിനിമയിൽ അരങ്ങേറ്റം. AB ശ്രീനിവാസനായിരുന്നു ഗാനം ചിട്ടപ്പെടുത്തിയത്. മലയാള സിനിമാ ലോകം യേശുദാസിന്റെ നാദവിസ്മയത്തിന് വേദിയാകുകയായിരുന്നു പിന്നീട്. You're watching me on metromatney.com. metromatney.com. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.